മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങിയില്ല. ഇല്ല ദൈവമേ, പാട്ട് കൊണ്ടൊന്നും വീണ ലക്ഷണമില്ലെന്ന് തോന്നുന്നു. സിനിമാ നടന്മാരെ എടുത്ത് കഴിഞ്ഞാൽ അവള് വീഴും, ഉറപ്പാണ്. എൻ്റെ സുന്ദരി, എന്നെ ഒന്ന് നോക്കൂ, എൻ്റെ മുഖമൊന്ന് ശ്രദ്ധിക്കൂ. നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. രക്ഷയില്ല. ഓ, ഓരോരുത്തർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതും പോയി, കോമ്പറ്റീഷനായി. സൂപ്പർ സ്റ്റാറിനെ തന്നെ എടുത്ത് കളയാം. ചേ എങ്ങനെയാണോ പെമ്പിള്ളേരെ അല്ലാണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ അതിലൊക്കെ വല്ല മാസ്റ്ററുമായിരിക്കുന്നു. നമ്മൾ ചൂണ്ടയിട്ട് കരക്കിരിക്കണം, അവരിങ്ങോട്ട് വന്ന് കൊത്തണം. പിന്നെ ഈ കൊത്തെന്നൊക്കെ പറയുമ്പോ കള്ളക്കൊത്തുണ്ട്, അത് സൂക്ഷിക്കണം. ശരിയായിട്ട് കൊത്തിയെന്ന് കണ്ടാൽ സാധനം നമ്മുടെ കസ്റ്റഡിയിൽ. അല്ലാതെ വെള്ളവും വയലിൽ കിടന്ന ഇവളുമാരൊക്കെ വളവളവളാന്ന് വരാല് പോണാരി പോകും. മനസ്സിലായില്ലേ? മമ്മൂട്ടി ചീറ്റി. മമ്മൂട്ടി ചീറ്റിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇതിലവള് വീണിരിക്കും, ഉറപ്പല്ലേ? പിന്നെ ഇത് നിസ്സാരക്കാരനൊന്നും അല്ലല്ല. ഇപ്പോഴും ഇങ്ങനെ പെൺപിള്ളേരൊക്കെ കഴിച്ചിറക്കുന്ന ആളാ. ഞാൻ ശരിയായിക്കണം. എന്റെ സിമേ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടെ സാറ്റ് കളിക്കാം. നോക്കുന്നുണ്ടല്ലോ ദൈവമേ. ഒന്നുമില്ലെങ്കിൽ നീ എണ്ണുക, ഞാൻ ഒളിക്കാം. അല്ലെങ്കിൽ ഞാൻ എണ്ണാം, നീ ഒളിക്ക്. 1 2 3 4 5 ഒളിച്ചു. എന്താടാ കാണുന്നത് ഇവിടെ കിടന്ന്? ഇതെന്താണ് വളക്കാൻ നോക്കണം? നീ കിടന്ന് ഇവിടെ ഒന്നും ഏരിയയിൽ വളയൊന്നുമില്ല. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഓ, അത് ശരി. നീയാണല്ലേ പെമ്പിള്ളേരെയൊക്കെ വളയ്ക്കുന്ന അലവലാതി ഷാജി. അവന്റെ അപ്പൻ ഞാൻ സാജു. വീട്ടിൽ പോടാ. മിമിക്രിക്കാര് കുറെ ഇറങ്ങിയിട്ടുണ്ട്, കുറെ പെമ്പിള്ളേരെ വളയ്ക്കാൻ വേണ്ടി. മുമ്പാർക്ക് പെമ്പിള്ളേരെ വളയ്ക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. വൃത്തിയായിട്ടവൻ പോ, വണ്ടിയിൽ കയറുന്നില്ല 2 മണിക്കൂർ. പുഷ്പ്രഭാതം ഞാനാ അഞ്ജനക്കല്ലു ഞാൻ നിരത്തി പെറുക്കി. ഹലോ, ഹായ്. കുറെ ശല്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളാ ഡീസൻ്റ്, നമ്മൾ നല്ല ഡീസൻ്റ്. വളഞ്ഞോ ഈശോയെ, കണി മോശമില്ല. ഏത് റൂം എടുക്കണം? എന്തി ഒരു സിഗരറ്റ് കിടപ്പുണ്ടായിരുന്നു, കുത്തിക്കിടത്തിയതാണല്ലേ. നിന്റെ മോന്തെന്താണ് ഈ ഓന്ത് മൂക്കിപ്പൊടി വലിച്ചിരിക്കുന്നത്? ആരാ? മനസ്സിലായില്ലേ? ഇല്ല. ഇതേ പഞ്ചാര ബുക്കാണ്. ഇവിടെ പഞ്ചാര അടിക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അപ്പുറത്ത് പോയാൽ മതി. അതെ, മനസ്സിലായോ? ഞാൻ ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യേണ്ട കുഴപ്പമില്ലോ. ജോയിന്റ് കമന്ററി ബുക്കിൽ ഞാൻ അപ്പുറത്ത്, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യേണ്ട കുഴപ്പമില്ല. അല്ല, എന്താ സംഭവം? അല്ലെ, വെറുതെ ഇറങ്ങിയതാ. വെറുതെ അവളെ വളക്കാൻ ഇറങ്ങിയതാണ്. അവളെന്താണ് ഗംഭി വളക്കാൻ? അല്ലല്ല, ഇത് ഞാൻ നോക്കിക്കോളാം. ഓഹോ, ഞങ്ങൾ കുറച്ച് മിമിക്രിക്കാരുണ്ട് ഇവിടെ, മനസ്സിലായോ? ഒരു മിമിക്രിക്കാരൻ പോയുള്ളൂ, മമ്മൂട്ടി എടുത്തിട്ട്. അവൻ മരപ്പെട്ടിനെ പോലെ പോയി. അപ്പൊ അവൻ വന്നല്ലേ? അവൻ പഴയ മമ്മൂട്ടി എടുക്കണത്. അതൊന്നുകൊണ്ട് കാര്യമില്ല. പുതിയ ട്രെൻഡാണ് ഇപ്പോ. മനസ്സിലായില്ലേ? മമ്മൂട്ടി പുതിയതാണ്. പുതിയതാ? അതെ, പുതിയ മമ്മൂട്ടി. ക്രോണിക് ബാച്ചലർ. തുടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കുലുകുല ചിന്നൊരു കുറുനീര തഴും എന്റെ മുത്താരം മുത്തായ മുത്ത് മലത്താറ്റയോ.
ക്രോണിക് ബാച്ചിൽ രക്ഷയില്ല. അത് അല്ല, ഒരു ചാൻസ് കൊടുത്തരും, ഒരു ചാൻസ് കൊടുത്തരും. എടുത്തോ വളയ്ക്കാൻ നോക്കാം. ഒരാളെ ഞാൻ അനുകരിച്ച് ഇവളെ ഞാൻ വീഴ്ത്തി തന്നിരിക്കും. കഥ, തിരക്കഥ, സംഭാഷണം. ആരാണ്? ബാലേന്ദ്ര മേനോൻ. നോക്കിക്കോ. വീടോ നോക്കട്ടെ. പിന്നെ എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദനപ്പുട്ടെനിക്കല്ലേ, കിളിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടേ, പിണങ്ങാൻ എന്താണ് മിനിങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അതും പോയി. ബാലേന്ദ്ര മേനോൻ. എടാ വീട്ടിൽ പോടാ, അതൊന്നും വളയൂല. ഇതാരാണത്? അതെ, പ്രായപൂർത്തിയായവർ നിൽക്കേണ്ട സ്ഥലമാണ് ഇത്, മനസ്സിലായ? നിങ്ങൾ സൈസുള്ള 2 വ്യക്തികളെ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. ഞാൻ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണായിരുന്നാ? നന്നായിട്ട് വിഷമിച്ചല്ലേ? കുറച്ച് വേർത്തെന്ന് തോന്നുന്നു. വേർത്തൊക്കെ തൂക്ക്. വേർത്ത് ഇയാളെന്തിനാ വന്നേക്കണേ? അല്ല, ഇത്ര സൈസുള്ള നിങ്ങൾ 2 പേരും ശ്രമിച്ചല്ലോ, നടന്നില്ലല്ലോ. ഇവനാ 6 അടിയുള്ള ഞാൻ നോക്കിയിട്ട് വിളില്ല, പിന്നെ 6 ഇഞ്ചുള്ള ഇവൻ. 6 ഇഞ്ചും ഇല്ല. അത് വിട്, അളന്ന് നോക്കൊന്നും വേണ്ട. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നോക്കട്ടെ. ചിരിക്കണ്ട, കളിയാക്കൊന്നും വേണ്ട. ഞാൻ നോക്കൂ. ഞാൻ നോക്കട്ടെ. കാണടാ ദിൽവാലിയ ദുൽഹാനിയെ ലേ ജായെങ്ക. മണ്ണും ചാരിനവൻ പെണ്ണിനെ കൊണ്ടുപോയി. കണ്ട് പഠിക്ക്. വാ.